ഹായ് മക്കളെ, IOQM പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. IOQM എന്ന് പറയുന്നത് നമ്മൾ ഒരു വലിയൊരു എക്സാമിലേക്കുള്ള ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമാണ്. ഓക്കെ, IOQM എന്ന് പറയുന്നത് നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും, റോഡ് ടു IMO, അതായത് ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിലേക്കുള്ള ഒരു റോഡ് മാപ്പാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടന്റിലേക്ക് നോക്കാം. അതായത് റോഡ് ടു IMO ആൻഡ് EGMO, ദി കംപ്ലീറ്റ് മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് ജേർണി ആൻഡ് സെലക്ഷൻ പാത്വേ ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ നമ്മളുടെ റോഡ് മാപ്പ് എന്ന് പറയുന്ന സമയത്ത് ആദ്യം നമ്മൾ IOQM എഴുതും. ഇത് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. IOQM എഴുതും, അതിൽ നിന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ RMOയിലേക്ക് സെലക്റ്റഡ് ആയിട്ട് വരും. RMOയിൽ നിന്നിട്ട് INMOയിലേക്ക് എത്തും. INMOയിൽ നിന്നിട്ട് IMOTC ട്രെയിനിങ് ക്യാമ്പാണ്, അവിടേക്ക് എത്തും. പിന്നെ അവിടെ നിന്നിട്ട് കുറച്ച് ഒരു 6 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ക്യാമ്പിങ്, അത് കഴിഞ്ഞതിന് ശേഷം IMO. ഇതാണ് ഇതിൻ്റെ ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു റോഡ് മാപ്പ് എന്ന് പറയുന്നത്. അതെല്ലാം നമ്മളുടെ ഓരോ പാത്തും ഓരോ ചെക്ക് പോയിന്റും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. നമുക്ക് നോക്കാം. പിന്നെ ഗേൾസിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പാത്ത് വേണ്ട, അതായത് ഗേൾസിന് സെപ്പറേറ്റ് ആയിട്ട് ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് അല്ലാതെ അവർക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു എക്സാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാത്ത് വേ എന്ന് പറയുന്ന സമയത്ത് ആദ്യം IOQM, അത് കഴിഞ്ഞതിന് ശേഷം RMO, അത് കഴിഞ്ഞതിന് ശേഷം INMO, EGMO സെലക്ഷൻ, EGMO ടീം. ഇതാണ് ഗേൾസിനെ സംബന്ധിച്ച് അവരുടെ ഒരു പാത്ത് എന്ന് പറയുന്നത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓരോ ചെക്ക് പോയിന്റും ഓരോന്നിൽ നിന്ന് എത്ര സ്റ്റുഡൻസ് അടുത്ത എക്സാമിലേക്ക് ക്വാളിഫൈഡ് ആവും, ഓരോ എക്സാമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, ഓരോ എക്സാമിൽ നിന്നിട്ട് അതായത് എത്ര സ്റ്റുഡൻസ് ആണ് ഓരോ എക്സാമിലും ക്വാളിഫൈഡ് ആവല്, അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചെക്ക് പോയിന്റ് ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ ആദ്യം പറയാനുള്ളത് IOQM എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 50,000 പ്ലസ് സ്റ്റുഡൻസ്, 50,000 പറയല്ല, 50,000 അല്ല, ഓൾമോസ്റ്റ് ഒരു 1 lakhിന് അടുത്ത് സ്റ്റുഡൻസിനെ നിങ്ങൾ നോക്കിക്കോളൂ. അത്രയ്ക്ക് അധികം സ്റ്റുഡൻസ് ചെയ്യുന്ന ഒരു എക്സാമാണ് ഇത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഇയേഴ്സിലൊക്കെ ഓൾമോസ്റ്റ് ഒരു 1 lakhിന് അടുത്ത് തന്നെ സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു RMOയിലേക്ക് 6,000 to 7,000 സ്റ്റുഡൻസ് എന്തെങ്കിലും RMOയിലേക്ക് എന്തായിട്ട് വരും, സെലക്റ്റഡ് ആയിട്ട് വരും. അത് കഴിഞ്ഞതിന് ശേഷം INMO, അതിൽ ഈ 6,000 നിന്ന് 7,000 നിന്ന് ഈ ഇത്രയും സ്റ്റുഡൻസിൽ നിന്ന് ടോപ്പായിട്ട് നിൽക്കുന്ന 1,000 to 1,200 സ്റ്റുഡൻസിനെ INMOയിലേക്ക് സെലക്റ്റഡ് ആവും. അത് കഴിഞ്ഞ ശേഷം IMOTC ഈ ട്രെയിനിങ് ക്യാമ്പിലേക്ക് 65 കാൻഡിഡേറ്റ്സ് ആണ് സെലക്റ്റഡ് ആവുക. അതിൽ നിന്നിട്ട് ഒരു 6 സ്റ്റുഡൻസിൻ്റെ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യും, ഇന്ത്യൻ IMO ടീമിൽ ആയിട്ട് സെലക്ട് ചെയ്യും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു റോഡ് മാപ്പിൽ ഇത്രയും എന്ത് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ ഒരു കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 1 lakh അടുത്ത് സ്റ്റുഡൻസ് എക്സാം എഴുതിയിട്ട് അതിൽ നിന്ന് ടോപ്പായിട്ട് നിൽക്കുന്ന 6 ബെസ്റ്റ് സ്റ്റുഡൻസ്, അവരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻ്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിൽ മത്സരിക്കുന്നത്. ഓക്കെ, അപ്പം അതാണ് ബേസിക്കലി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 6 സ്റ്റുഡൻസിന് സെലക്റ്റഡ് ആവും. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഇൻ്റർനാഷണൽ ലെവലിൽ പോയി മത്സരിക്കും. ഇനി വാട്ട് ഈസ് IOQM? IOQM എന്ന് പറയുന്നത് ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് അതൊരു ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഈ IMOയിലേക്ക് മത്സരിക്കാനുള്ള ജസ്റ്റ് ഫസ്റ്റ് സ്റ്റേജ് മാത്രമാണ് എന്ത്, IOQM എന്ന് പറയുന്നത്. അതായത് ഇതിലും ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന സമയത്ത് എക്സാമിനേഷൻ ഡ്യൂറേഷൻ 3 മണിക്കൂർ എക്സാം ഉണ്ടാവുക, 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, 30 ഇൻറ്റീജർ, അതായത് ഓരോ ക്വസ്റ്റ്യൻസിനും ഇപ്പം 0 to 9 എന്നുള്ള രീതിയിൽ ആൻസേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഇൻറ്റീജർ ടൈപ്പ്, ആ ഇൻറ്റീജർ ഏതാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. അപ്പോൾ അതിൽ പ്രൂഫ്, ഫോർമൽ സാധാരണ നമ്മളിപ്പോൾ മാത്തമാറ്റിക്കലി പ്രൂഫൊക്കെ ചില എക്സാംസിൽ എഴുതേണ്ടി വരും. ഇതിൽ അങ്ങനെ പ്രൂഫൊന്നുമില്ല, നമ്മളൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അതിനൊരു ആൻസർ ഉണ്ടായിരിക്കും. ആ ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ടാസ്ക്. ഇതിൽ നമ്മൾ ആകെ ആ ഒരു ആൻസർ കണ്ടുപിടിക്കാനുള്ള ഒരു കാര്യമാണ് നമ്മളോട് ഇതിൽ ചെയ്യുന്നത്. ഇതിൽ ടോപ്പിക്സ് കവർ ചെയ്യുന്നത് മെയിനായിട്ട് 4 ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത്. ആൾജിബ്ര, പിന്നെ നമ്പർ തിയറി, ജോമെട്രി, കോമ്പിനേറ്റോറിക്സ്, ഈ 4 ടോപ്പിക്സ് ആണ്. പിന്നെ അത് കൂടാതെ ബേസിക് മാത്തമാറ്റിക്സിലെ കുറച്ച് ടോപ്പിക്സ്, ഇനീക്വാലിറ്റീസ്, ലോഗരിതം, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സിലെ കുറച്ച് ടോപ്പിക്സ് കൂടി ഇതിലുണ്ടാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് IOQMൻ്റെ കാര്യം പറഞ്ഞു. ഓൾമോസ്റ്റ് ഒരു 1 lakhിന് അടുത്ത് സ്റ്റുഡൻസ് ചെയ്തു. അതിൽ നിന്ന് ഒരു 6,000 to 7,000 ഇന്ത്യയിൽ നിന്ന് അത്രയും ആ ടോപ്പായിട്ട് നിൽക്കുന്ന 6,000 അല്ലെങ്കിൽ to 7,000 സ്റ്റുഡൻസ് ആണ് എന്ത് ചെയ്യുന്നത്, സെലക്റ്റഡ് ആകുന്നത്. അത് ഓരോ വർഷവും സെലക്റ്റഡ് ആവുന്ന സ്റ്റുഡൻസ് ആ ടോപ്പിൽ നിൽക്കുന്ന ഒരു പെർസെൻറ്റേജ് മാറി വരും. 10% എന്നുള്ള രീതിയിൽ ഏകദേശം ഒരു 10% അടുത്ത് സ്റ്റുഡൻസ് എന്ത് ആവാറുണ്ട്, സെലക്റ്റഡ് ആയിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പം IOQM ക്വാളിഫിക്കേഷൻ റൂൾസ്, IOQM എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ അതായത് ക്ലാസ് 8 to 11, അതായത് 8 മുതൽ 11 വരെയുള്ള ക്ലാസ്സുകളിൽ നിന്നിട്ട് ടോപ്പ് 200 സ്റ്റുഡൻസിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൽ സെലക്ഷൻ കിട്ടുന്നത്. ഓക്കെ, അതായത് ഇന്ത്യയിൽ നിന്നിട്ട് ഇപ്പോൾ ഒരു 5,000 സ്റ്റുഡൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ക്ലാസ് 8 മുതൽ 11 വരെയുള്ള ക്ലാസ് ഉണ്ടാവുമല്ലോ, അതിൽ നിന്നിട്ടുള്ള ടോപ്പ് 200 സ്റ്റുഡൻസിന് സെലക്ഷൻ കിട്ടും. പിന്നെ ക്ലാസ് 12 ആണെങ്കിൽ ആ ക്ലാസ് 12ൻ്റെത് മാത്രം നോക്കും. ക്ലാസ് 12 ഇന്ത്യയിൽ നിന്ന് എത്ര ആൾക്കാർ എഴുതിയിട്ടുണ്ട്. ഓക്കെ,
IOQM എഴുതിയിട്ടുണ്ട്. അപ്പം ക്ലാസ് 12 നിന്നിട്ട് ഒരു മാത്സിൽ ഒരു 2000 സ്റ്റുഡൻസ് ആണ് ക്ലാസ് 12 എഴുതിയിട്ടുണ്ടെന്നായിരിക്കാം. അതിൽ നിന്ന് ടോപ്പായിട്ടുള്ള 40 സ്റ്റുഡൻസിന് എന്തായിട്ട് വരും, IOQM സെലക്ഷൻ കിട്ടും. IOQM എഴുതി ക്വാളിഫൈഡ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റും, ടോപ്പ് 40 സ്റ്റുഡൻസിന്. ഓക്കെ, പിന്നെ ഗേൾസിൻ്റെ ഒരു കോട്ട എന്ന് പറയുമ്പോൾ ഗേൾസിന് സെപ്പറേറ്റ് ആയിട്ട് 5 സീറ്റ് റിസർവ്ഡ് ആയിട്ടുള്ള കോട്ട സ്പോർട്സ് ഉണ്ടായിരിക്കും. അതായത് ഗേൾസിന് സ്പെഷ്യലായിട്ട് ഒരു റിസർവ്ഡ് ആയിട്ടുള്ള സീറ്റ് ഇങ്ങനെയുള്ള എക്സാംസിൽ ഉണ്ടായിരിക്കുന്നതാണ് ഗേൾസ് കോട്ട എന്ന് പറയുന്നത്. സ്കിൽസ് റിക്വയർഡ് ആണ്. അതായത് IOQM മെയിനായിട്ട് ടെസ്റ്റ് ചെയ്യപ്പെടുന്ന സ്കിൽസ് എന്ന് പറഞ്ഞാൽ പാറ്റേൺ റെക്കഗ്നിഷൻ, ലോജിക്കൽ തിങ്കിങ്, മാത്തമാറ്റിക്കൽ ക്രിയേറ്റിവിറ്റി, ഒളിമ്പിയാഡ് ടെക്നിക്ക്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ പ്രോബ്ലം സോൾവിങ് തന്നെയാണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ട് നമ്മൾ കാണാത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നമുക്കത് ലോജിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഓഫ് കോഴ്സ് ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് നമ്മളിപ്പോൾ ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂലൊക്കെ നോക്കുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മൾ അതേപോലെ തന്നെ ചെയ്യാൻ നോക്കും. അതായത് അവിടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ആൻസർ ഉണ്ടായിരിക്കും, നമ്മൾ ആ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ പഠിക്കും, അവിടെ പോയിട്ട് ചെയ്തു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ കാണാത്തൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. കാണാത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം, ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണം. അപ്പോൾ അങ്ങനെയുള്ള ലോജിക്കാണ് ഇങ്ങനെയുള്ള എക്സാംസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കാണാത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളൊരു സ്കില്ല് നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അതാണ് ഇവിടെ പറയാനുള്ളത്, സ്കിൽസ് ഡെവലപ്ഡ്. ഓക്കെ, പിന്നെ RMO ഞാൻ പറഞ്ഞല്ലോ, ടോപ്പായിട്ട് നിൽക്കുന്ന ഇത്രയും സ്റ്റുഡൻസ് 6000 മുതൽ 7000 സ്റ്റുഡൻസിനെ IOQM ക്വാളിഫൈഡ് ആവും. അവരെന്ത് ചെയ്യും, RMO എഴുതാൻ വേണ്ടിയിട്ട് RMO എന്ന് പറയുന്ന സമയത്ത് റീജിയണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പിയാഡാണ്. അതായത് ഇപ്പോൾ റീജിയൺ അനുസരിച്ച് ഇപ്പോൾ കേരള ആണെങ്കിൽ കേരള, തമിഴ്നാടാണ് തമിഴ്നാട്, അവിടെയുള്ള കേരളത്തിൽ നിന്നുള്ള ടോപ്പായിട്ട് സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു എക്സാമാണ്. അപ്പോൾ RMO ഒരു മേജർ ചേഞ്ച് ഉണ്ട്. അതായത് അവിടെ നമ്മൾ എന്താ നോക്കുന്നത്, ഒരു ക്വസ്റ്റ്യൻ കൊടുക്കും, അതിനെ ആൻസർ കണ്ടുപിടിക്കാനുള്ള രീതിയിൽ ഒരു ഇൻറ്റീജർ ടൈപ്പ് ആൻസർ ആയിരിക്കും ആ രീതിയിൽ. പക്ഷേ ഇവിടെ നേരെ എന്താ പറയുക, പ്രൂഫിലേക്കാണ് വരുന്നത്. അവിടെ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള എക്സാമാണ്. അപ്പോൾ അവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് പ്രൂഫ് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നൊരു കാര്യമാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അതിൻ്റെ പ്രൂഫ് എഴുതുക എന്നുള്ളൊരു സംഭവം. ഈ ട്രാൻസിഷൻ സ്റ്റുഡൻസ് ഫ്രം സിമ്പിൾ ന്യൂമറിക്കൽ എക്സ്ട്രാക്ഷൻ, അതായത് ഒരു ന്യൂമറിക്കൽ ആയിട്ടുള്ള ആൻസർ കിട്ടുക എന്നുള്ളതിനേക്കാൾ ഉപരി കംപ്ലീറ്റ്ലി ലോജിക്കലി സൗണ്ട് ആൻഡ് റിഗ്രസ് മാത്തമാറ്റിക്കൽ പ്രൂഫ്സ്, അങ്ങനെ ആയിട്ടുള്ള ലോജിക്കലായിട്ടുള്ള മാത്തമാറ്റിക്കൽ പ്രൂഫ്സ് എഴുതാനുള്ള സ്കില്ല് ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ എവിടെ നോക്കുന്നത്, RMO നോക്കുന്നത്. അപ്പോൾ ഇവിടെയും ഡ്യൂറേഷൻ എന്താണ്, 3 മണിക്കൂറാണ്. പിന്നെ ക്വസ്റ്റ്യൻസ് 6 സബ്ജക്റ്റീവ് പ്രോബ്ലംസ് ആണ്. ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റിഗ്രസ് ലോജിക്കൽ ആൻഡ് ആർഗ്യുമെന്റ്സ് റിക്വയർഡ് ആണ്. ഗ്രേഡിംഗ് എന്താണ്, സ്ട്രിക്ട് പാർഷ്യൽ മാർക്കിംഗ് സ്കീമാണ്. അതായത് എഴുതിയ പ്രൂഫ് എത്രത്തോളം കറക്റ്റാണ് അതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും മാർക്കിംഗ് കിട്ടും. പിന്നെ RMO ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പം നോക്കുന്ന സമയത്ത് ക്ലാസ് 8 to 11 നോക്കുകയാണെങ്കിൽ 30 സ്റ്റുഡൻസ് ആണ് ക്വാളിഫൈഡ് ആവുക. 12 നോക്കുകയാണെങ്കിൽ 6 സ്റ്റുഡൻസ് ആണ് ക്വാളിഫൈഡ് ആവുക. ഗേൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് 5 കോട്ട റിസർവ്ഡ് ആയിട്ടുള്ള കോട്ട ഉണ്ടായിരിക്കും. അപ്പോൾ ഗേൾസിനും ഇപ്പോൾ റീജിയണൽ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, കേരളത്തിൽ നിന്നിട്ട് ഒരു 5 റിസർവ്ഡ് ആയിട്ടുള്ള സീറ്റ്സ് ഉണ്ടായിരിക്കും ഗേൾസിന് സെപ്പറേറ്റ് ആയിട്ട്, നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഇത്രയും ആൾക്കാർ ഇത്. അപ്പം കേരളത്തിൽ പിന്നെ 30 സ്റ്റുഡൻസ്, 6 സ്റ്റുഡൻസ്, പിന്നെ ക്ലാസ് 12 നിന്ന് ഗേൾസിൻ്റെ കാര്യത്തിലാണെങ്കിൽ 5 സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു കോട്ട എന്നുള്ള രീതിയിൽ അവർക്ക് അതും ഉണ്ടായിരിക്കും. അപ്പം ഇത്രയും സ്റ്റുഡൻസ് എന്തായിട്ട് വരും, INMO എന്തായിട്ട് വരും, സെലക്റ്റഡ് ആയിട്ട് വരും. ഓക്കെ, പിന്നെ IOQM RMO തമ്മിലുള്ളൊരു മാച്ചുറായിട്ടുള്ള ഡിഫറൻസ് ആണ്. ഇവിടെ ന്യൂമറിക്കൽ ആൻസർ ബേസ്ഡ് ആണ്, മറ്റെന്താണ് പ്രൂഫാണ്. 3 മണിക്കൂർ 30 ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 3 മണിക്കൂറും 6 ക്വസ്റ്റ്യൻസുമാണ്. ന്യൂമറിക്കൽ പ്രൊസിഷനാണ് ഇവിടെ നോക്കുന്നതെങ്കിൽ ഇവിടെ സ്ട്രക്ചർ ആയിട്ടുള്ള റീസണിങ്, ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിന് പ്രൂഫ് ഒരു ലോജിക്ക് വേണമല്ലോ. അപ്പോൾ ആ ലോജിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ മാർക്കിംഗ് സ്കീം എന്താണ്, ബൈനറിയാണ്. ഇവിടെ കറക്റ്റോ ഇൻകറക്റ്റ് അത്രേ ഉള്ളൂ. അതായത് ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആണെങ്കിൽ മാർക്ക് കിട്ടും, കറക്റ്റ് അല്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. ഇവിടെ എന്താണ്, പാർഷ്യൽ പോയിന്റ് ഓൺ സ്റ്റെപ്സ് ആൻഡ് ഇൻസൈറ്റ്, അതായത് ഓരോ സ്റ്റെപ്പിലും നമുക്ക് പാർഷ്യൽ ആയിട്ടുള്ള എന്ത് കിട്ടും, പോയിന്റ്സും കാര്യങ്ങളും കിട്ടും. പിന്നെ വാട്ട് ഈസ് INMO എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ഇവിടെ അതായത് ഇന്ത്യൻ നാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പിയാഡാണ്. ഈസ് ദി സിംഗിൾ നാഷണൽ ലെവൽ ചലഞ്ച് ഇവാലുവേറ്റിംഗ് ഇന്ത്യാസ് ബെസ്റ്റ് മാത്തമാറ്റിക്കൽ എന്താണ് ടാലൻറ്റ് അല്ലേ. അതായത് ഇവിടുത്തെ കേസിലേ നമ്മൾ IOQM നിന്ന് RMO സെലക്റ്റഡ് ആയി. RMO നിന്ന് നമ്മൾ എന്ത് ഇത്ര സ്റ്റുഡൻസ് INMO സെലക്റ്റഡ് ആയിട്ട് വരും. INMO RMO തമ്മിലൊരു മേജർ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്ന സമയത്ത് RMO ആണെങ്കിലും പ്രൂഫാണ്, ഇവിടെ ആണെങ്കിലും പ്രൂഫാണ് എഴുതേണ്ടത്. RMO നമ്മളൊരു പ്രൂഫ് എഴുതുകയാണ് വേണ്ടത്. നമുക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കും ആ പ്രൂഫ് എഴുതുക എന്നുള്ളൊരു കാര്യം. പക്ഷേ INMO പല ക്വസ്റ്റ്യൻസിലും നമ്മളുടേതായിട്ടുള്ള രീതിയിൽ പ്രൂഫ് ഉണ്ടാക്കേണ്ടി വരും.
ആ രീതിയിലുള്ള നമ്മളൊന്നും കണ്ടിട്ടുണ്ടായിരിക്കില്ല. നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലും ആ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ എന്നാലും നമുക്ക് ആ ക്വസ്റ്റ്യനിൽ നിന്നിട്ട് ഇതിൻ്റെ ആൻസറിലേക്കുള്ളൊരു പ്രൂഫ് നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. അതാണ് ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ചുകൂടി ഹാർഡായിട്ട് വരുന്നത്, കാരണം നമ്മളായിട്ടാണ് ഒരു പ്രൂഫ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു എക്സാമിനെ കുറിച്ച് പറയാനുള്ളത്. ഇറ്റ് ബ്രിങ്സ് ടുഗദർ ദി റീജിയണൽ എലൈറ്റ്സ് ഓൺ ടു എ സിംഗുലർ പ്ലാറ്റ്ഫോം. അതായത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ RMO എന്ന് പറയുമ്പോൾ കേരളം ആണെങ്കിൽ കേരളം, തമിഴ്നാടാണെങ്കിൽ തമിഴ്നാട്, അങ്ങനെ ഓരോ സ്റ്റേറ്റ്സിൽ നിന്നും കുട്ടികൾ എന്തായിട്ടുണ്ടാവും, സെലക്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഈ സെലക്റ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ കേരളത്തിൽ നിന്നിട്ട് ഒരു 40 കുട്ടികൾ വരികയാണെങ്കിൽ, അതേപോലെ തമിഴ്നാട്ടിൽ നിന്ന് 40 കുട്ടികൾ, കർണാടകയിൽ നിന്ന് 40 കുട്ടികൾ, അങ്ങനെ ഓരോ സ്റ്റേറ്റിൽ നിന്ന് ഇത്ര കുട്ടികൾ എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസ് എല്ലാവരും കൂടിയാണ് ഈ INMO എഴുതുക. അങ്ങനെ INMO എന്ന് പറയുമ്പോൾ 4.5 മണിക്കൂറിൻ്റെ എക്സാമാണ്. 6 എക്സ്ട്രീംലി ചലഞ്ചിങ് പ്രോബ്ലംസ് ആയിരിക്കും. ഡീപ്പ് മാത്തമാറ്റിക്കൽ ഇൻസൈറ്റ് ആയിരിക്കും ഔട്ട്കം. സെലക്ട് എലൈറ്റ് പൂൾ ഫോർ ട്രെയിനിങ് ക്യാമ്പ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇവിടുത്തെ കേസിൽ നമ്മൾ INMOയിൽ നിന്നിട്ട് സെലക്ട് ആവുന്ന കുട്ടികൾ നേരെ പിന്നെ എങ്ങോട്ടേക്കാണ് എത്തുന്നത്? ട്രെയിനിങ് ക്യാമ്പിലേക്കാണ്. ട്രെയിനിങ് ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഞാൻ അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. ട്രെയിനിങ് ക്യാമ്പിലേക്കാണ് പിന്നെ കുട്ടികൾ എന്തായിട്ട് വരുന്നത്, സെലക്റ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ അവിടെ ഇന്റലക്ച്വൽ മൗണ്ടൻ INMO ഇസ് സ്റ്റേൽഡ് ഡയറക്ട്ലി ആഫ്റ്റർ ദി ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് ഇറ്റ്സെൽഫ്. അതായത് ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് കഴിഞ്ഞാൽ പിന്നെ ടഫായിട്ടുള്ള എക്സാമാണ് എന്ത് ചെയ്ത് INMO എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സെക്കൻഡ് മോസ്റ്റ് ടഫസ്റ്റ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ടെസ്റ്റ് റോ ഒറിജിനാലിറ്റി റാദർ ദാൻ മെമ്മറൈസ്ഡ് റൂട്ടീൻ. സ്റ്റുഡൻസ് മസ്റ്റ് പൊസസ് ദി കറേജ് ടു അറ്റാക്ക് എ സിംഗിൾ പ്രോബ്ലം ഫോർ എൻ ഹവർ ഓവർ വിത്തൗട്ട് ലോസിങ് ഫോക്കസ് ലുക്കിംഗ് ഫോർ ബ്യൂട്ടിഫുൾ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത്. ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, മണിക്കൂറുകളോളം ഒരു ക്വസ്റ്റ്യനിൽ നിൽക്കേണ്ടി വരും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് എത്തുക എന്നുള്ളൊരു സംഭവം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് ഒറിജിനൽ തിങ്കിങ്. ഇപ്പോൾ എന്താണ് ഒറിജിനൽ തിങ്കിങ്? ക്രിയേറ്റ് fresh mathematical objects to our approach the spot. Deep insight, spotting subtle symmetries and invariants, proof assistant, writing elegant and complete proof without gaps. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. അങ്ങനെ INMOയിൽ നിന്ന് 60 സ്റ്റുഡൻസ്, അതായത് ഇന്ത്യയിൽ നിന്ന് ടോപ്പായിട്ടുള്ള ഓരോ റീജിയൻസിൽ നിന്ന് വന്ന് ടോപ്പായിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവില്ല. അങ്ങനെ ടോപ്പായിട്ടുള്ള 60 കുട്ടികളാണ് എന്തിലേക്ക് വരുന്നത്? IMOTC. IMOTC എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇന്ത്യയുടെ തന്നെ ഒരു ട്രെയിനിങ് ക്യാമ്പാണെന്ന് പറയാം. ട്രെയിനിങ് ക്യാമ്പാണ്. ഇവിടെ ബേസിക്കലി എന്താ സംഭവിക്കുക, ഈ RMOയും INMO ഒക്കെ കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ, അവർക്കുള്ളൊരു ട്രെയിനിങ് ക്യാമ്പാണ്. അവർക്ക് നോക്കാം, ഹൈലി സെലക്റ്റീവ് ക്യാമ്പ് ഹോസ്റ്റഡ് ഫോർ ദി അബ്സല്യൂട്ട് നാഷണൽ ക്വാളിഫയേഴ്സ് ഓഫ് INMO. EGMO പൂളാണെങ്കിൽ, അതായത് ഗേൾസിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോട്ട ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവർക്കായിട്ട് വേറെ ക്യാമ്പിങ് അതും കൊടുക്കും. അഡീഷണൽ ടോപ്പ് പെർഫോമിംഗ് ഗേൾസ് ആർ ഇൻവൈറ്റഡ് ടു സെലക്ട് ഫോർ ദി ഫീമെയിൽ നാഷണൽ ടീം. അതായത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് മത്സരിപ്പിക്കുന്ന ഗേൾസ് ഉണ്ടായിരിക്കുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു ട്രെയിനിങ് ക്യാമ്പ്, അവർക്ക് വേണ്ടിയിട്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ട്രെയിനിങ് ക്യാമ്പ്. പിന്നെ എലൈറ്റ് ലെക്ചേഴ്സ്, ഇന്ത്യയിൽ നിന്നുള്ള ടോപ്പ് ടീച്ചേഴ്സും അങ്ങനെയുള്ള ടോപ്പ് ഫാക്കൽറ്റീസൊക്കെ കൊടുക്കുന്നൊരു ഈ ട്രെയിനിങ് ക്യാമ്പിൽ ടോപ്പ് ലെക്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കും. എങ്ങനെ ക്രാക്ക് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ടോപ്പ് ക്ലാസ്സസ്. മെൻറ്ററിങ് സെക്ഷൻസ് ലെഡ് ബൈ റിനോഡ് പ്രൊഫസേഴ്സ് ആൻഡ് പാസ്റ്റ് മെഡലിസ്റ്റ്. അതായത് മുൻപ് മെഡൽ വാങ്ങിയ ആൾക്കാർ, ഗോൾഡ് മെഡലൊക്കെ വാങ്ങിയ ആൾക്കാർ എന്ത് ചെയ്യും, അവിടെ എക്സാമിനുള്ള കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കും. പിന്നെ ഡെയിലി ടെസ്റ്റ്, അവിടെ എന്തായിട്ടുണ്ടായിരിക്കും, ഡെയിലി ടെസ്റ്റും കാര്യങ്ങളും എക്സാംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് ഈ ട്രെയിനിങ് ക്യാമ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഇൻസൈഡ് IMOTC ഡെയിലി ടൈം ടേബിൾ. IMOTCയിലെ ഡെയിലി ടൈം ടേബിളാണ്. രാവിലെ എന്തായിരിക്കും, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെക്ചേഴ്സ് ഉണ്ടായിരിക്കും. ആഫ്റ്റർനൂൺ ആണെങ്കിൽ പ്രോബ്ലം സോൾവിങ് സെക്ഷൻസ് ആയിരിക്കും. അത് കഴിഞ്ഞ് ഈവനിങ്ങിൽ എന്ത് ചെയ്യും, ഡിസ്കഷൻസ് ആയിരിക്കും. നൈറ്റിലാണെങ്കിൽ വീണ്ടും പ്രാക്ടീസ് ചെയ്യുക, റെസ്റ്റ് ചെയ്യുക. ഇതായിരിക്കും അവിടുത്തെ ട്രെയിനിങ് ക്യാമ്പിൽ നടക്കുന്ന കാര്യം. ഓക്കെ, ഈ അടുത്ത് ദി IMO സെലക്ഷൻ ടെസ്റ്റ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഈ ട്രെയിനിങ് ക്യാമ്പിൽ എന്താ സംഭവിക്കുന്നത്, ഈ 60 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുന്നത്, ആ 60 സ്റ്റുഡൻസിൽ നിന്നിട്ട് ടോപ്പായിട്ടുള്ള, അതായത് അവിടെ ട്രെയിനിങ് ക്യാമ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ എന്തും ചെയ്യുന്നുണ്ട്, അവർക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്, അവരുടെ സ്കില്ലും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ബെസ്റ്റ് ആയിട്ടുള്ള 6 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യും. അതായത് 65 ആൾക്കാരാണ് ഉള്ളതെങ്കിൽ, ആ ട്രെയിനിങ് ക്യാമ്പിൽ ഉള്ളതെങ്കിൽ, അവിടെ നിന്ന് പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ലെക്ചേഴ്സും കൊടുക്കും. പിന്നെ അതിൻ്റെ കൂടെ ലാസ്റ്റ് പ്രോബ്ലംസും ഒക്കെ കൊടുത്തിട്ട് അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള 6 കുട്ടികൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് പറയാനുള്ളത്. അങ്ങനെ 6 ആൾക്കാർ സെലക്ട് ആയാൽ അതാണ് എന്ത്, ഇന്ത്യൻ്റെ നാഷണൽ ടീം എന്ന് പറയുന്നത്. ഇതേ പ്രോസസ്സ് എവിടെയും നടക്കുന്നുണ്ട്. ഗേൾസിൻ്റെ കാര്യത്തിലാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നടക്കുന്നുണ്ട് EGMOക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ആ 6 സ്റ്റുഡൻസ് സെലക്ട് ആയെന്ന് വിചാരിക്കുക. ആ 6 സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് വീണ്ടും ക്യാമ്പ് കൊടുക്കും. അതാണ് ഇവിടെ പറയുന്നത്. അതായത് വൺസ് ദി ഫൈനൽ 6-member ഇന്ത്യൻ ടീം ഈസ് ഫൈനലൈസ്ഡ്, ദേ അണ്ടർഗോ ആൻ ഇൻറ്റൻസീവ് പ്രീ ഡിപ്പാർച്ചർ ട്രെയിനിങ് ഫേസ്. ഫോക്കസ് ഷിഫ്റ്റ് ഫ്രം കൺസെപ്റ്റൽ ലേണിംഗ് ടു ടീം സിങ്ക്രൈസേഷൻ. അതായത് ജസ്റ്റ് ടോപ്പിക്ക് പഠിക്കുക എന്നുള്ളതിനേക്കാളും ഉപരി
എന്താണ് ടീമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പിന്നെ അഡീഷണൽ ആയിട്ട് പുതിയ ലെക്ചേഴ്സും പിന്നെ കൂടുതൽ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ കൊടുത്ത് വീണ്ടും ഇവർ ഈ 6 ആൾക്കാർ എന്ത് ചെയ്യണം, ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം, ഒന്ന് ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പ് വീണ്ടും അവർക്ക് കൊടുക്കും. എൻ്റെ എക്സാംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് 4.5 മണിക്കൂറിൻ്റെ പിന്നെ ഒളിമ്പ്യാഡ്സ് 4.5 മണിക്കൂറിൻ്റെ ഒളിമ്പ്യാഡ്സ് കൊടുക്കും. ഗെയിം പ്ലാൻ ആൻഡ് സ്ട്രാറ്റജി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. സ്ട്രെസ് മാനേജ്മെൻറ്റ്, സ്ട്രെസ് ഇല്ലാതെ എങ്ങനെ ഇങ്ങനെയുള്ള എക്സാംസിനൊക്കെ പങ്കെടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യും, പഠിപ്പിക്കുന്നതായിരിക്കും. പിന്നെ വാട്ട് ഈസ് IMO? IMO എന്ന് പറയുമ്പോൾ നമ്മൾ എന്തേക്ക് ഇപ്പം ഇന്ത്യയിൽ നിന്നിട്ടുള്ള 6 സ്റ്റുഡൻസായി, ഇതേപോലെ ഓരോ രാജ്യത്തു നിന്നും 6 സ്റ്റുഡൻസ് വീതം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് ആ ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് സ്റ്റുഡൻസിൽ നിന്നിട്ട് നമ്മൾ IMO കണ്ടക്ട് ചെയ്യും. IMO എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡാണ്. ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡാണ് അൾട്ടിമേറ്റ്. ഓക്കെ, അൾട്ടിമേറ്റ് ആയിട്ടുള്ള അത് 2 ദിവസത്തെ എക്സാമാണ്. അതായത് ഓരോ രാജ്യത്തു നിന്നും 6 കുട്ടികൾ വീതം വന്നിട്ടുണ്ടാവല്ലോ, അവരെല്ലാവരും കൂടി ഇരുന്ന് എക്സാം ചെയ്തു. അത് 2 ദിവസത്തെ എക്സാമാണ്. ആദ്യത്തെ ദിവസം എന്ന് പറയുന്ന സമയത്ത് എന്താണ് 3 പ്രോബ്ലംസ് ആയിരിക്കും 4.5 മണിക്കൂർ വീതം. ഓക്കെ, 3 പ്രോബ്ലംസ് 4.5 മണിക്കൂർ. രണ്ടാമത്തെ ദിവസം വീണ്ടും 3 പ്രോബ്ലംസ് എടുക്കും, അതിനും എന്താണ് 4.5 മണിക്കൂർ. മാക്സിമം പോയിന്റ്സ് എന്ന് പറയുന്നത് 42 പോയിന്റ് ആണ്. 42 പോയിന്റ് ആണ്. 7 പോയിന്റ്സ് പെർ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിന് എത്ര ഇതുണ്ടായിരിക്കും, 7 പോയിന്റ്സ് വീതമായിരിക്കും ഓരോ പ്രോബ്ലം വീതം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ വാട്ട് ഈസ് EGMO? EGMO എന്ന് പറയുമ്പോൾ യൂറോപ്യൻ ഗേൾസ് മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ട്രെയിനിങ് ക്യാമ്പിൻ്റെ സമയത്താണെങ്കിലും അതിൻ്റെ മുൻപുള്ള RMOൻ്റെ സമയത്ത് IOQമിൻ്റെ സമയത്താണെങ്കിലും ഒക്കെ എന്താണ് സ്റ്റുഡൻസിന് ഗേൾസ് ആയിട്ടുള്ള മാത്തമാറ്റിക്കലി നല്ല ടാലൻ്റ് ഉള്ള കുട്ടികൾക്ക് സ്പെഷ്യലൈസ്ഡ് കോട്ടുണ്ട്. അപ്പോൾ അവർ ലാസ്റ്റ് എത്തുന്നത് എങ്ങോട്ടേക്കായിരിക്കും, അത് IMO പോലെ തന്നെ അവിടെ എഴുതാം. EGMOയിൽ എഴുതുന്ന സമയത്ത് അവർക്കായിട്ടുള്ള എക്സാമാണ് ഇത് EGMO എന്ന് പറയുന്നത്. അതായത് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമേ അവിടെ ഉണ്ടായിരിക്കുള്ളൂ. EGMO is an international competition specifically organized to encourage and highlight talented female mathematical minds. India has been proud participant showcasing exceptional female mathematicians globally. ഇന്ത്യൻ സെലക്ഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ സെൻസ് എലൈറ്റ് ടീം ഓഫ് 4 ഫീമെയിൽ സ്റ്റുഡൻസ്. ഓക്കെ, ഇന്ത്യ എന്ത് ചെയ്യും, 4 ഫീമെയിൽ സ്റ്റുഡൻസിൻ്റെ ഒരു എലൈറ്റ് ടീമിനെ, അതായത് ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 4 ഫീമെയിൽ കാൻഡിഡേറ്റ്സിനായിരിക്കും അവിടേക്ക് എന്ത് ചെയ്യുന്നത്, അയക്കുന്നത്. ഓക്കെ, പിന്നെ ഒളിമ്പ്യാഡിൻ്റെ ഏത് എക്സാം ആയിക്കോട്ടെ അതിൽ കോറായിട്ട് വരുന്ന ടോപ്പിക്സ് ആണ് ആൾജിബ്ര, നമ്പർ തിയറി, ജോമെട്രി, മാത്തമാറ്റിക്കൽ റിഗർ, കോമ്പിനറ്റോറിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ പ്രൂഫ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസ് ഒക്കെ വരുമ്പോഴാണ് കുറച്ചുകൂടി മാത്തമാറ്റിക്കൽ റിഗർ, അതായത് അഡ്വാൻസ്ഡ് പ്രൂഫ് ഓഫ് കൺസ്ട്രക്ഷൻ, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, കോൺട്രഡിക്ഷൻ മെത്തേഡ്സ് ഒക്കെ കുറച്ചുകൂടി പ്രൂഫ് ബേസ്ഡ് ആയിട്ടുള്ള, അതായത് RMO INMO പോലത്തെ എക്സാം ഒക്കെ ആണല്ലോ കുറച്ചുകൂടി പ്രൂഫ് ബേസ്ഡ് ആയിട്ടുള്ള. അപ്പോൾ അങ്ങനെയുള്ള എക്സാംസിലൊക്കെ കുറച്ചുകൂടി ഇതെന്തായിട്ട് വരും, കുറച്ച് പ്രൂഫ്സും കാര്യങ്ങളൊക്കെ അധികമായിട്ട് വരും. ഓക്കെ, പിന്നെ ഇവിടെ ഫൗണ്ടേഷൻ, IOQM പ്രിപ്പും, RMO ആൻഡ് INMO, IMOTC ആൻഡ് IMO ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണ് അക്കാഡമിക് ടൈം ലൈനും കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫൗണ്ടേഷൻ അതിൽ ഏതൊക്കെ കവർ ചെയ്യണം, പ്രീ ആൾജിബ്ര, ലോജിക്, പസിൽസ് ആൻഡ് ഇൻട്രൊഡക്ടറി ബുക്സ്. അതായത് 8 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലൊക്കെ ആവുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, IOQമിൻ്റെ പ്രിപ്പറേഷൻ കാര്യമായിട്ട് എന്ത് ചെയ്യണം. അതായത് എന്താണ് ടാർഗറ്റിംഗ് ഒബ്ജക്റ്റീവ് സ്റ്റേജ് ആൻഡ് അഡ്വാൻസ്ഡ് മോഡുലർ ടെക്നിക്സ്. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേജ്, ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന സമയത്ത് മനസ്സിലായില്ലേ, ഒരു സിംഗിൾ ആൻസറിലേക്ക് എത്തുക എന്നുള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടെക്നിക്ക്, അതായത് നമ്മൾ ഒരുപാട് ഓപ്ഷൻസ് നമ്മൾ മുന്നിലുണ്ടെങ്കിലും ഒരു സിംഗിളായിട്ട് ഒരു കറക്റ്റായിട്ടൊരു സൊല്യൂഷനിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. ഓക്കെ, അത് പ്രൂഫ് ആയിക്കോട്ടെ, ഒരു എന്താ പറയുക ഇൻറ്റീജർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെയുള്ള സ്കില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം. അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇതാണ് നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത കാര്യമാണ്, വീണ്ടും പറഞ്ഞു. അതായത് BD 1 in 110 5,000+ IOQM കണ്ടസ്റ്റൻസ്. അതായത് റീസെൻ്റ് ആയിട്ടുള്ള ഇയേഴ്സിലൊക്കെ ഓൾമോസ്റ്റ് 1 lakh അടുത്ത് സ്റ്റുഡൻസിൻ്റെ എക്സാം ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് 6,000 to 7,000 RMO ക്വാളിഫയേഴ്സ് ഉണ്ടാവും. അവരിൽ നിന്ന് 1,000 to 1,200 സ്റ്റുഡൻസ് INMOയിലേക്ക് സെലക്ട് ചെയ്യും. INMOയിൽ നിന്നിട്ട് പിന്നെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകും. ട്രെയിനിങ് ക്യാമ്പ് എന്ന് പറയുമ്പോൾ 65 സ്റ്റുഡൻസിനാണ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് സെലക്ഷൻ കിട്ടുക. ആ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് 6 ബെസ്റ്റ് സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യും. ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇന്ത്യൻ്റെ ടീം റെപ്രസെൻറ്റ് ചെയ്യുക. ആ ഇന്ത്യൻ്റെ ടീമിൽ നിന്ന് നമ്മൾ എന്തിലേക്ക് പോകും, IMOയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകും. ഓക്കെ, ഈ 6 സ്റ്റുഡൻസ് ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽസിന് വേറെ സെപ്പറേറ്റ് ആയിട്ട് എക്സാംസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ പറയാനുള്ളത്. പിന്നെ അതിന് കൂടെ പറയാനുള്ളൊരു കാര്യമാണ്, നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള ഏത് എക്സാംസ് കണ്ടക്ട് പഠിക്കുകയാണെങ്കിൽ സ്റ്റുഡൻസ് മെയിനായിട്ട് അനുഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ് ഇത്
മാത്സിൽ നല്ല ബേസിക്സ് ഇല്ലാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കോഴ്സ് ആയിക്കോട്ടെ, വേറെ ഏത് ഇപ്പം എൻട്രൻസ് എക്സാം ആയിക്കോട്ടെ, JEE നീറ്റ് പോലത്തെ ഏത് എക്സാംസ് ആയിക്കോട്ടെ, അതിലൊക്കെ നമുക്ക് എന്ത് വേണം, നല്ല രീതിയിൽ ബേസിക്സ് വേണം. മാത്സോ അല്ലെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും സയൻസ് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കുട്ടികളുടെ ഒരു പെയിൻ പോയിന്റ് ഇതിനൊരു സൊല്യൂഷനായിട്ട് XNY കണ്ടക്ട് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ കോഴ്സാണ് ഇത്. XNY ഫൗണ്ടേഷൻ കോഴ്സ് 2026-27. അതായത് ഇവിടെ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത്, അതായത് ഹൈസ്കൂൾ, അത് 6th മുതൽ 10th വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ബോർഡ് എക്സാം രീതിയിൽ നോക്കുന്നതിനേക്കാളും ഒരു സ്റ്റെപ്പ് മുകളിൽ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളൊക്കെ പഠിക്കും. അതായത് കുറച്ചും കൂടി എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ചെറിയ ക്ലാസ്സിൽ നിന്ന് തന്നെ സെറ്റാക്കി വരും. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, IIT, NIT, സെൻട്രൽ യൂണിവേഴ്സിറ്റി പോലുള്ള കോളേജിൽ നിന്നിട്ട് ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും പ്രീമിയം ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകൾ എടുക്കുന്നത്. ഓക്കെ, ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഓരോ ചാപ്റ്ററിൽ നിന്നിട്ട് നമ്മൾ അസസ്മെൻറ്റും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. 12,000+ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഒരു മൊത്തം കംപ്ലീറ്റ് ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ അതേപോലെ സ്പെഷ്യലായിട്ട് പറയാനുള്ളത്, നമ്മൾ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക്, അതായത് നമ്മളുടെ അഡ്മിഷൻ June 30th ക്ലോസ് ചെയ്യാണ്. അപ്പോൾ അതിന് മുൻപ് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് മാത്സിൻ്റെ കംപ്ലീറ്റ് ബേസിക്സ് സെറ്റാക്കുന്ന ഒരു 2,999 കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മളെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ നോക്കിയാലും മതി. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.